കാരണം നമുക്ക് ഇന്നൊരു ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. ഇത് കഴുകി വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. നമുക്ക് ആദ്യമേ മഞ്ഞൾപ്പൊടി ചേർക്കാം. രണ്ടാമതായി മല്ലിപ്പൊടി 2.5 സ്പൂൺ ഇട്ടിട്ടാണ്. മൂന്നാമതായി നമുക്ക് മുളക് പൊടി ചേർക്കാം. ഇത് രണ്ടും കൂടെ ചേർത്താണ് 4 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇത് കാശ്മീരിയും എരിയുള്ള മുളകും കൂടെ ചേർത്താണ്, രണ്ടും കൂടെ മിക്സാണ്. കുരുമുളക് പൊടി അത് കുറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇട്ടാൽ മതി കേട്ടോ. അടുത്തതായി നമുക്ക് കറി മസാല. ഇത് പിന്നെ ചേർത്ത് കൊടുത്താലും മതി, ആദ്യമേ ചേർക്കുമ്പോൾ. മൈദ മാവ് കുറച്ച് ചേർക്കാം. ആവശ്യത്തിന് ചേർത്താൽ മതി. അടുത്തതായിട്ട് നമുക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊരു 2 കിലോ ഇറച്ചിയുണ്ട്. 2 കിലോ ഇറച്ചി ആയതുകൊണ്ടാണ് ഈ 2 മുട്ട ചേർക്കുന്നത്. അടുത്തതായി ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ മതി കേട്ടോ, അത് പിരിഞ്ഞൊഴിക്കാം. ഇനി ഇത് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് കുഴക്കണേ. ഇത് ഞാൻ സ്പൂണിലല്ല എടുക്കുന്നത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇട്ടാൽ മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്തതിന് നമ്മൾ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കണേ. ആ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉള്ളിയും കാര്യങ്ങളും എല്ലാം കൂടെയൊക്കെ റെഡിയാക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്കിതൊന്ന് കണ്ടിച്ചെടുക്കാമേ. പാത്രമാണ്, ഞാനത് തോനെ ഇറച്ചിയുള്ളത് കൊണ്ട് എടുത്ത പാത്രമാണ്. അടുത്തതായിട്ട് നമുക്ക് ചിക്കൻ എടുത്തിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ചിക്കൻ പൊരിച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് കറിവേപ്പിലോട്ട് കിടക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാമേ. അതിനകത്ത് എണ്ണയുണ്ട്, അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് കടുക് ഇടാം കേട്ടോ. അടുത്തതായിട്ട് ഉള്ളി വെട്ടാം കേട്ടോ. നമ്മളിവിടെ എടുത്തിരിക്കുന്ന സവാളയാണേ. ഉള്ളി വാടിയതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ടു. ഇത് രണ്ടും കൂടെ ഇപ്പോഴും നമ്മൾ ചേർത്തിരിക്കുന്ന ക്യാപ്സിക്കവും ക്യാരറ്റും കൂടെയാണ് ചേർത്തിരിക്കുന്നത്. അത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. അത് നമ്മൾ നല്ലതുപോലെ ഒന്ന് റെഡി ആയിട്ട് വരണേ. അടുത്തായിട്ട് നമുക്ക് ടൊമാറ്റോ സോസ് ചേർക്കാമേ. അടുത്ത ചില്ലി സോസ് ചേർക്കാമേ. അത് നല്ലതുപോലെ ഉണ്ടാക്കി എടുക്കുക. ഇത് കുറച്ച് ചൂട് വെള്ളം ചേർത്ത് കൊടുക്കാമേ. നല്ലപോലെ ഒന്ന് ഇളക്കണം. ഗ്രേവി വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് നല്ലതുപോലെ ആക്കി എടുക്കാം കേട്ടോ. അത് ഓരോരുത്തർക്ക് വേണ്ടുന്ന കണക്ക് ചെയ്യുക. ഇത് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങ് ചേർത്തെടുക്കാം. കറിയപ്പം റെഡിയായി വരുന്നുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് ഇളക്കിയെടുക്കട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്ന് തുറന്ന് നോക്കി. അപ്പം ഏകദേശം കറി റെഡി ആയിട്ടുണ്ടേ. ഇനി നമുക്ക് ടേസ്റ്റ് ഉണ്ടാകും നോക്കാം. നമുക്ക് അടുത്തതായിട്ടേ ഇതൊന്ന് ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്ത് വയ്ക്കാം. ഏയ് വരും ഇരിക്കും. ഇതൊന്ന് കഴിച്ചു നോക്കിയിട്ട് ഇതിൻ്റെ ഇത് പറയും അങ്ങോട്ട് വയ്ക്കാൻ ഞാൻ മാറി.
കഴിച്ചു നോക്ക്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് എങ്ങനെയുണ്ടെന്ന് അറിയാം. ഇതുവരെ കറി വെച്ച ചിക്കൻ